എൻ്റെ പേര് ബിന്ദു. താമസിക്കുന്നത് ആലുവ കടുങ്ങല്ലൂർ ഭാഗത്താണ്. സാറ് പറഞ്ഞ പോലെ മെയ് മാസത്തിൽ ഞാൻ സ്റ്റാർ അച്ചീവ് ചെയ്തു. എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ സ്വന്തം സിസ്റ്ററാണ്. അപ്പോൾ ഈ സമയം ഞാനത് വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഓർക്കുവാണ്. പിന്നെ ഇന്നിപ്പോൾ എൻ്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. പ്രത്യേകിച്ച് ഗിരീഷ് സാറിനെ, ദിപേഷ് സാറിനെ, എൻ്റെ മെൻറ്റർ കൂടിയായിട്ടുള്ള ദിപേഷ് സാറ്, എല്ലാവരെയും ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. അതുപോലെ നമുക്ക് ഈ ആശയം പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്ന TCG എന്ന് പറയുന്ന ആ മഹാ വ്യക്തിയെ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ സാറേ? ഓക്കെ സാറേ, പറയാം. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അറിയാം, ഹരിത സഞ്ജീവനിയാണ്. RCMൽ നമുക്ക് ഒരുപാട് സെഗ്മെന്റുകളുണ്ട്. 13ഓളം സെഗ്മെന്റുകൾ നമുക്കുണ്ട്. അതിൽ തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായി കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അത്യാവശ്യമായി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹരിത സഞ്ജീവനി എന്ന് പറയുന്നത്. സാർ ആദ്യം തന്നെ പറഞ്ഞു, വിഷരഹിതമായ പച്ചക്കറിയിലൂടെ രോഗവിമുക്തമായ ഒരു കേരളം അല്ലെങ്കിൽ ഒരു ഭാരതം. ആ ഒരു വളർത്തിയെടുക്കാനായിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ ഉള്ള ഒരു മാജിക്കൽ പ്രോഡക്റ്റാണ് ഹരിത സഞ്ജീവനി. നമുക്കറിയാം, മണ്ണും മനുഷ്യനും ഒരുപോലെയാണ്. മണ്ണ് നന്നായാൽ മനുഷ്യൻ നന്നാവും. മണ്ണ് നന്നാവണമെങ്കിൽ മണ്ണിന് കൊടുക്കേണ്ട പോഷകങ്ങൾ അതിൽ വേണം. അതിലൂടെയാണ് നല്ലൊരു ചെടിയായാലും, അതിലൂടെയാണ് നല്ലൊരു വിളവ്. ആ ഒരു വിളവാണ് മനുഷ്യരായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കറിയാം, മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പച്ചക്കറികളിലെല്ലാം തന്നെ വിഷമയമായതാണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ അത് തന്നെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതും. പക്ഷെ അതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിലാണ് RCMലൂടെ നമുക്ക് ഹരിത സഞ്ജീവനി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം അതിനെ ഏറ്റവും അധികം അതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ കർഷകരിലേക്ക് എത്തിക്കാം, അതറിയണമെങ്കിൽ നമുക്ക് ഇതിൽ 10ഓളം പ്രോഡക്ട്സ് ഉണ്ട്. ആ പ്രോഡക്ട്സുകൾ എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് ചെടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയാണ് ഒരു കർഷകരിലേക്ക് നമുക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കർഷകരിലേക്ക് നമുക്ക് ഈ ഹരിത സഞ്ജീവനി എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഓരോ പ്രോഡക്ട്സും എന്താണെന്നുള്ളത് അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു ദൗത്യമാണ് ഇന്ന് ഗിരീഷ് സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മണ്ണും മനുഷ്യനും ഒരുപോലെ തന്നെയാണ്. ഇന്ന് നമുക്ക് RCMല് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളുടെ അഭാവം നികത്താനായിട്ട് നമുക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു മണ്ണിനെ നമ്മൾ ഫലഭൂയിഷ്ടമാക്കി എടുക്കേണ്ടത്. അതായത് ആ മണ്ണിന് കിട്ടുന്ന പോഷകങ്ങളും അതിനാവശ്യമാകുന്ന ജീവാണുക്കളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് മണ്ണ് ഫലഭൂയിഷ്ടമാകുള്ളൂ. അങ്ങനെയുള്ള ഒരു മണ്ണിൽ നിന്നാണ് നമുക്ക് നല്ല രീതിയിലുള്ള വിളവെടുക്കാനും പറ്റുള്ളൂ. നമ്മൾ പറയും, നമ്മളെ ന്യൂട്രീഷൻ പ്രോഡക്ട്സിൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടി മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങി ആ പെൺകുട്ടി ഒരു സ്ത്രീ ആയിട്ട് മാറുകയാണ്. അത് ആ സ്ത്രീ ആകുന്ന സമയം തുടങ്ങി നമ്മളെ സ്ത്രീകളുടെ ആജീവനാന്തം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾക്കെല്ലാം ഉതകുന്ന രീതിയിലുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ഇന്ന് അതാണ് നമ്മൾ RCMലൂടെ എല്ലാവരും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണ്. അത് ആ ഒരു തിരിച്ചറിവും അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒരുപാട് മാറുന്നുണ്ട്. ഒരുപാട് മാറുന്നത് മാത്രമല്ല, ആ ഒരു നന്മ നമ്മൾ ജനങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹരിത സഞ്ജീവനി. അതുകൂടാതെ നമ്മുടെ സെഗ്മെന്റിൽ വരുന്ന നല്ലൊരു സെക്ഷനാണ് ഗുഡ് ഡോട്ട് നമുക്ക് തരുന്നത് ഇതുപോലെയുള്ള വിഷരഹിതമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തി നമ്മുടെ ശരീരത്തിന്, നമ്മുടെ പ്രകൃതിക്കോ പക്ഷിജാലങ്ങൾക്കോ മൃഗങ്ങൾക്കോ യാതൊന്നിനും ഒരു ദോഷം വരാത്ത രീതിയിലുള്ള നല്ല നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ ഓരോ പ്രോഡക്റ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് RCMൽ നമുക്ക് 10ഓളം പ്രോഡക്ട്സ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് വരുന്ന പ്രോഡക്ട്സ് ആണ് ഹരിത സഞ്ജീവനി ഉണ്ട്, സോയിൽ ഹെൽത്ത് ഉണ്ട്, ഫ്രൂട്ട് സ്പെഷ്യൽ ഉണ്ട്, അതുകൂടാതെ നമുക്ക് ഷുഗർ കെയിൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്ട്സ് ഉണ്ട്, റാപ്പിഡ് ഉണ്ട്, ഡിഫൻഡ് ഉണ്ട്, ഗാർഡൻ ഗോൾഡ്. അങ്ങനെ ഇപ്പൊ ഒരു ചെടിക്ക് ആവശ്യമാകുന്ന രീതിയിലുള്ള പോഷകങ്ങൾ വേണം. അവരുടെ അസുഖങ്ങളെ മാനേജ്മെന്റ് ചെയ്യണം, കീടങ്ങളെ മാനേജ് ചെയ്യണം. ഇങ്ങനെയെല്ലാം ഓരോ ഘട്ടത്തിൽ
അവർക്ക് കൊടുക്കേണ്ട പോഷകങ്ങളായാലും അവരുടെ നശിപ്പിക്കുന്ന മറ്റുള്ള കാര്യങ്ങളെ നമ്മൾ ദൂരീകരിച്ച് പോയാലാണ് ഒരു ചെടി വളർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം നമുക്ക് തരുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ പറഞ്ഞു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിനെ എങ്ങനെ ഫലഭൂയിഷ്ടമാക്കാം. ഇപ്പൊ നമുക്കറിയാം നമ്മള് വർഷങ്ങളല്ല, ആദ്യകാലങ്ങളിലെല്ലാം നമ്മള് ജൈവവളമാണ് ഉപയോഗിച്ചത്. പക്ഷെ അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ പോരായിക അല്ലെങ്കിൽ നമുക്ക് ലഭ്യതക്കുറവ് വന്നപ്പോഴാണ് നമ്മൾ ഹൈബ്രിഡ് വിത്തുകളിലേക്ക് നമ്മൾ മാറ്റം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഹൈബ്രിഡ് വിത്തുകൾക്ക് അവർക്ക് ഭക്ഷണം കൂടുതൽ വേണം. ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ജൈവവളങ്ങളെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ജൈവവളങ്ങൾ അവരുടെ ഭക്ഷണത്തിന് ഉതകുന്ന രീതിയിലേക്ക് എത്താത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രാസവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് ഹൈബ്രിഡ് വളങ്ങൾ, ചെടികൾ നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് ഫലം തരുന്നതാണ്. ആ പെട്ടെന്ന് ഫലം തരുമ്പോൾ നമുക്കറിയാം അവർക്ക് ആവശ്യമാകുന്ന പോഷകങ്ങൾ കൂടുതലാണ്. ആ പോഷകങ്ങൾ അവർക്ക് പെട്ടെന്ന് കിട്ടണം. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ ആ രാസവളങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നല്ലതായിരുന്നെങ്കിൽ കൂടി അത് നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ മണ്ണിനെ നശിപ്പിക്കും എന്നതാണെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ മണ്ണിന്റെ ഒരു അവസ്ഥ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മൾ ഈ രാസഘടകങ്ങളെല്ലാം ഉപയോഗിച്ച് മണ്ണ് ശരിക്കും ഹാർഡായി. നമുക്കറിയാം മണ്ണിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നില്ല. ആ രീതിയിലേക്ക് മണ്ണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ രാസവളങ്ങളിൽ കൂടുതലും വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ആ പ്ലാസ്റ്റിക് നമുക്കറിയാം മണ്ണിൽ അലിഞ്ഞു ചേരണമെങ്കിൽ വർഷങ്ങളുടെ കാലയളവ് വേണം അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനായിട്ട്. ഈ പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗം, അതല്ലെങ്കിൽ വളങ്ങളുടെ അമിതമായ ഉപയോഗം കൊണ്ട് നമ്മൾക്ക് മണ്ണിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ ജീവാണുക്കള് അത് എല്ലാം നശിച്ചു. അപ്പൊ പണ്ട് നമുക്കറിയായിരുന്നു എവിടെയെങ്കിലും ഒരു തൂമ്പ വെച്ചിട്ട് ഒന്ന് കിളച്ച് കഴിഞ്ഞാൽ മണ്ണിര ഒരുപാട് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് എവിടെ പോയി നോക്കിയാലും, ചെടിയുള്ള സ്ഥലത്ത് എവിടെ പോയി നോക്കിയാലും നമ്മള് മണ്ണൊന്ന് കിളച്ച് നോക്കിയാലും ഇതിനെ കാണാൻ തന്നെ, ഇപ്പൊ നമ്മുടെ ചെറിയ മക്കളെ, കൊച്ചുമക്കളെ മണ്ണിരയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പോലും അതിനെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിലെ ബാക്ടീരിയയുടെയും ഫംഗസും ആയിരുന്നു മണ്ണിരയുടെ ഭക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ ഈ രാസവളങ്ങളുടെ ഉപയോഗം കൊണ്ട് മണ്ണിര നശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ബാക്ടീരിയയും ഫംഗസും വളർച്ച അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം മണ്ണിൽ കൂടുതലായി. ആ ഒരു രീതിയിൽ നമ്മുടെ മണ്ണ് ഹാർഡായി. അതല്ലെങ്കിൽ മണ്ണിൽ വായുസഞ്ചാരം കുറഞ്ഞു, വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള മണ്ണിന്റെ കപ്പാസിറ്റി കുറഞ്ഞു. അങ്ങനെ മൊത്തത്തില് നമ്മുടെ മണ്ണ് എന്താ പറയാ, ചീത്തയായി എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ മണ്ണിനുണ്ട് pH വാല്യൂ. ആ pH നഷ്ടപ്പെട്ടു, ജൈവാണുക്കളുടെ ഉൽപാദനം കുറഞ്ഞു. ഇതെല്ലാം നമ്മുടെ മണ്ണിന്റെ ആ ഒരു ഘടനയെ തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്ക് അതിൽ നിന്നും എല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഹരിതസഞ്ജീവിനി നമുക്ക് തരുന്ന പ്രോഡക്ട്സുകൾ. അതിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഹരിതസഞ്ജീവിനി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. സാറേ ഷെയർ ചെയ്യാവോ? ഷെയർ ഉണ്ടല്ലോ, കാണാൻ പറ്റുന്നില്ലേ മാഡത്തിന്? ഓക്കെ, കാണും. ഓക്കെ. ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നമുക്ക് എന്ത് വേണം? ചെടിയുടെ ആരോഗ്യം നന്നായിരിക്കണം. ചെടിയുടെ ആരോഗ്യം നന്നായാലാണ് അതിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ. ആ വിളവ് ഉപയോഗിച്ചാലാണ് നമുക്ക് നമ്മുടെ, അതായത് മനുഷ്യരുടെ ആരോഗ്യം മെച്ചപ്പെടുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സെഗ്മെന്റിൽ ഹരിതസഞ്ജീവിനി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഹരിതസഞ്ജീവിനി നമുക്ക് ഒരു പാക്കറ്റില് ഒരു ബോക്സിൽ 4 പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്. അത് 375 ഗ്രാമിന്റെ ഉണ്ട്, 750 ഗ്രാമിന്റെ ഉണ്ട്. അതായത് 375 നമുക്ക് 1/2 ഏക്കറിനും 750 ഗ്രാം നമുക്ക് 1 ഏക്കറിനായിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഇനി അതിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നമാണ്. അതായത് നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ജൈവ പ്രോഡക്റ്റ് ആണെന്ന് പറയും. അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇലകള്, തൊലി, കായ, പൂവ് എന്ന് വേണ്ട അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഹരിതസഞ്ജീവിനിയുടെ വളമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രകൃതിദത്ത ഉൽപ്പന്നമാണെന്ന് പറയുന്നത്. അതുപോലെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് 25 മുതൽ 50% വരെ വിളവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇന്ന് കർഷകരെല്ലാം തന്നെ പലവരും പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും കർഷകര്. അതെങ്ങനെ ആ തൊഴിൽ വിട്ടുപോകും? അവർ ചെയ്തുകൊണ്ടിരുന്നൊരു ജോലിയല്ലേ? അല്ലെങ്കിൽ ആ ജോലി ഇല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യാനുള്ള
ഒരു മാർഗം അവരുടെ മുന്നിലില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ നഷ്ടം സഹിച്ച് ഇപ്പോഴും അവര് ഈ എന്താ പറയുക ഈ കർഷകരായിട്ടും അല്ലെങ്കിൽ ആ കാർഷിക രീതി തുടർന്നുകൊണ്ട് പോകുന്നത്. ഇന്നിപ്പോ അവർക്ക് നമുക്കറിയാം കിലോ കണക്കിന് ചാക്കിൽ കെട്ടി ചാണകം, യൂറിയ അങ്ങനെ തുടങ്ങിയുള്ള സാധനങ്ങളാണ് അവര് കൃഷി സ്ഥലത്ത് വന്നിട്ട് അത് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ അവർക്ക് ഇതൊന്ന് എന്താ എല്ലാ ഏക്കർ കണക്കിന് സ്ഥലങ്ങളും നമുക്ക് അറിയാം 1, 2, 3 പേരുടെ ഒരു മാൻ പവർ അവിടെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാനും അത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിൽ നിന്ന് നല്ല രീതിയിൽ, അതായത് ഒരു 25 മുതൽ 50% വരെ വിളവ് കണ്ടെത്താനും നമ്മുടെ ഈ ഹരിത സഞ്ജീവിനി ഉപയോഗിച്ചാൽ കിട്ടും. പിന്നെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിതസ്ഥിതിക്കും പൂർണ്ണമായും സുരക്ഷിതമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എല്ലാ പ്രോഡക്ട്സും അങ്ങനെ തന്നെയാണ്. നമ്മുടെ RCയിൽ വരുന്നതെല്ലാം തന്നെ അതുപോലുള്ള പ്രോഡക്റ്റാണ്. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ ഒന്നും ഒരു പ്രശ്നമുള്ള പ്രോഡക്റ്റുകളല്ല, സുരക്ഷിതമാണ്. ഇനി ഹരിത സഞ്ജീവനി ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കണേ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ 1 ഏക്കർ സ്ഥലത്തേക്ക് 250 ഗ്രാം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് പാക്കറ്റ് വരുന്നത്. അതിൽ ഫസ്റ്റ് പാക്കറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ സോയിൽ ഹെൽത്ത് ആണ്. അതായത് മണ്ണിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. മണ്ണിനെ എങ്ങനെ ഫലഭൂയിഷ്ടമാക്കാം. സാറേ ഒരു കോൾ വന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ അതെ മാഡത്തിന്റെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ മൂഡ് ഉണ്ട്, അതിലിട്ട് കഴിഞ്ഞാൽ ഒരു കോൾ വരില്ല കേട്ടോ. ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ മൂഡിൽ ഇട്ട് കഴിഞ്ഞാൽ കോൾ വരില്ല. ഓക്കെ, ഓക്കെ സാർ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വരുന്നത് മണ്ണിനെ എങ്ങനെ ഫലഭൂയിഷ്ടമാക്കാം, അല്ലെങ്കിൽ മണ്ണിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ആ രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ഇത് നമ്മൾക്ക് 250 ഗ്രാം ആണ്. നമുക്കിത് മണ്ണിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഏക്കർ സ്ഥലത്തേക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ആ സ്ഥലത്തെ 50 അല്ലെങ്കിൽ 40 കിലോ മണ്ണ് നമ്മൾ ശേഖരിച്ചിട്ട് അതിൽ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ സ്ഥലം മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾക്ക് വാട്ടർ ഇറിഗേഷൻ ആയിട്ട് കൊടുക്കാം. അതായത് മണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കണം, ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്കിത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് തന്നെ നമുക്കൊരു വാട്ടർ ഇറിഗേഷൻ ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് മണ്ണിന്റെ pH വ്യത്യാസപ്പെടുന്നു. അതുവഴി മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാകുന്നു, മണ്ണ് നല്ല ഈർപ്പമുള്ളതാകുന്നു, മണ്ണിന്റെ കട്ടി കുറഞ്ഞിട്ട് മണ്ണില് ധാരാളം ജലസംഭരണി, അതായത് വെള്ളത്തിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. ഇനി ഈ ഫസ്റ്റ് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോൾ ഇതില് ധാരാളം ജീവാണുക്കൾ ഉണ്ടാകുന്നു. അതായത് ഞാൻ പറഞ്ഞു മണ്ണിര ഇപ്പൊ നമുക്ക് കാണാനില്ല, പക്ഷെ നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജ് ഉപയോഗിക്കുന്നതിലൂടെ അതിൽ ധാരാളം ജീവാണുക്കളും ചെറിയ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ലയിച്ച് കിടക്കുന്ന ധാതുക്കള് ചെടിയിലേക്ക് വലിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനെ ഒരുക്കിയ ഒരു സ്ഥലത്ത് നമ്മൾ അടുത്തത് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ വിത്ത് പാകുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ വിളവിറക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു മണ്ണിൽ നമ്മൾ വിളവിറക്കുമ്പോൾ ചെടികളിൽ ധാരാളം ചെറിയ ചെറിയ വേരുകൾ ഉണ്ടാകുന്നു. ഈ വേരുകൾ നമ്മുടെ മണ്ണില് അലിയാതെ കിടക്കുന്ന ധാതുക്കളെ വലിച്ചെടുത്ത് ചെടിക്ക് വളരാൻ ആവശ്യമുള്ള പോഷകങ്ങളെ എത്തിച്ചു കൊടുക്കുന്നു. ആ രീതിയിൽ നമ്മുടെ ഒരു ചെടി നട്ട് ഒരു 3 4 ഇല ആകുന്ന സമയത്താണ് നമ്മൾ ഹരിത സഞ്ജീവനിയുടെ സെക്കൻഡ് സ്റ്റേജ് അപ്ലൈ ചെയ്യുന്നത്. ഇത് തുടങ്ങി ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വാട്ടറിലാണ് നമ്മൾ ഇത് യോജിപ്പിച്ചിട്ടാണ് സ്പ്രേ രീതിയിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ചെടിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. 1 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് സ്പ്രേ ചെയ്ത് ചെടിക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ചെടിക്ക് സംഭവിക്കുന്നത് ധാരാളം ഇലകൾ ഉണ്ടാകുന്നു. അതായത് ആ ഇലകൾക്ക് തന്നെ വലിപ്പം കൂടുതലായിരിക്കും, നല്ല പച്ചപ്പും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം. ഇതിലൂടെ ചെടികൾക്ക്
ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യാനായിട്ടും ആവശ്യത്തിലേറെ അവർക്ക് കിട്ടുകയും ചെടിക്ക് നന്നായിട്ട് വളർന്നു വരാനായിട്ട് സഹായിക്കുന്നു. ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ആ ചെടിക്ക് വരുന്ന മാറ്റം. ഇത് കഴിഞ്ഞിട്ട് ഇനി മൂന്നാമത്തെ സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്കറിയാം ചെടി വളർന്നു, അത് ഏകദേശം പൂവിടുന്ന ഒരു സമയമാണ്. പൂവിടുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മനുഷ്യരിൽ തന്നെ സംഭവിക്കുന്ന പോലെ തന്നെയാണ് ഈ ചെടികൾക്കും അവരുടെ ഹോർമോൺ ഇംബാലൻസ്. അതല്ലെങ്കിൽ ആ സമയത്ത് ഇവർക്ക് അധിക പോഷണം വേണം. ആ രീതിയിലാണ് നമ്മുടെ ഹരിതസഞ്ജീവനിയുടെ മൂന്നാമത്തെ പാക്കറ്റ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇത് ഒരു ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ മിക്സ് ചെയ്ത് ചെടികളിലേക്ക് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഈ സമയത്താണെങ്കിൽ ചെടികൾക്ക് ധാരാളം ശാഖകൾ ഉണ്ടാകുന്നു. നമുക്കറിയാം നന്നായിട്ട് പൊട്ടി പൊട്ടി മുളച്ചു വരും ശാഖകൾ, നന്നായിട്ട് ശാഖകൾ വരും. അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കളെല്ലാം പെൺപൂക്കളായിരിക്കും. അതുമാത്രമല്ല, ഈ പൂക്കള് കൊഴിയില്ല. ഏറെ പങ്കും ഇത് കൊഴിയാതെ അത് നമുക്ക് നല്ല റിസൾട്ട് തരും. അതായത് കായ്കളായിട്ട് മാറാനുള്ള ഒരവസരം അവിടെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് ചെടിക്ക് ആവശ്യമായ പോഷകങ്ങളും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ചെടി നല്ല രീതിയിൽ വളർന്നു വരും. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചെടിയുടെ കായ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഈ കായ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് പോഷകം ഒരുപാട് വേണം. അതായത് നൈട്രജൻ, കാർബൺ ഇതിന്റെ റേഷ്യോ അനുപാതമായിരിക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടിട്ടുണ്ട്, കായ ഉണ്ടായി കഴിയുമ്പോഴേക്കും ചെടി പെട്ടെന്ന് വാടിപ്പോകും, അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പ് വരും ചെടിക്ക്. അപ്പൊ അതെന്താ സംഭവിക്കുന്നത്? ആ സമയത്തുള്ള ഈ പോഷകങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കായയിലേക്കാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ചെടി കായയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ചെടികൾ അവർക്കുള്ള പോഷകം കിട്ടാതെ പെട്ടെന്ന് മഞ്ഞപ്പിലേക്ക് പോയിട്ട് ഇലകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു തുടങ്ങും. അത് പിന്നീട് ആദ്യം നമുക്ക് നല്ല ഒരു വലിപ്പത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും, അല്ലെങ്കിൽ തക്കാളിയൊക്കെ കിട്ടും. പോകെ പോകെ അത് ചെറുതാവാനും തുടങ്ങും, പെട്ടെന്ന് ചെടി അങ്ങോട്ട് വാടിപ്പോകാനും തുടങ്ങും. പക്ഷെ ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഇലകൾക്കും കായ്കൾക്കും വേണ്ടുന്ന പോഷണമാണ് നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും കായകൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട്സിന് വേണ്ടുന്ന ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം ഇതിൽ പ്രത്യേകം പറയേണ്ടത്, നമ്മുടെ സാധാരണ രീതിയിൽ ഒരു തക്കാളി ചെടിയൊക്കെ വയ്ക്കുവാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് തക്കാളിപ്പഴം നല്ല വലിപ്പത്തിൽ കിട്ടും. പോകെ പോകെ അത് ചെറിയ വലിപ്പമായിട്ട് മാറും. പക്ഷെ നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒരേ വലിപ്പത്തിലുള്ള ഫ്രൂട്ട്സ് കിട്ടാനും, അതുപോലെ തന്നെ കാലയളവ്, അതായത് ഇപ്പൊ പൂവുണ്ടായിട്ട് കായ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ കായ മൂത്ത് ഫലമായി വരാനുള്ള ആ ഒരു കാലയളവ് കുറവാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നു. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു 5 6 മാസം ആണ് ഇതുള്ള എന്താ പറയാ ആ ഒരു പരിധിയിലുള്ള ചെടികളാണെങ്കിൽ കൂടി നമുക്ക് 2 മാസത്തിലേറെ വിളവ് അതിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ പിന്നെ അതുകൂടാതെ ഇതിന്റെ മണം, രുചി, അതുപോലെ അതിന്റെ കളറ്, വലിപ്പം ഇതെല്ലാം തന്നെ വ്യത്യാസമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കർഷകർക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെലവ് കുറയ്ക്കാം, വിളവ് കൂടുതൽ കിട്ടുന്നു. പിന്നെ ഒരു എന്താ പറയാ മാൻ പവർ, ഇതൊക്കെ നമുക്ക് വെള്ളത്തിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു 1 2 ആൾക്കാരുടെ ഒന്നും ഒരു മാൻ പവറിന്റെ അവിടെ ആവശ്യം വരുന്നില്ല. ആ രീതിയിൽ നമുക്ക് അവിടെ ഒരു ചെലവ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന് വളം കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇടവിട്ടുള്ള സമയങ്ങളിൽ കൃത്യമായ സമയത്ത് ഇവർക്ക് വളം കൊടുത്തു വന്നാൽ ഇതുപോലുള്ള ചെലവുകൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ സാർ. അടുത്തത് വരുന്നത് നമുക്ക് സോയിൽ ഹെൽത്ത് ആണ്. സോയിൽ ഹെൽത്തില് അത് മണ്ണിന്റെ പ്രത്യേകമായൊരു ട്രീറ്റ്മെന്റ് ആണ് സോയിൽ ഹെൽത്ത്. ഞാൻ ഇപ്പൊ ഹരിതസഞ്ജീവനിയിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് തന്നെ സോയിൽ ഹെൽത്ത് ആണ്, മണ്ണിന്റെ ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഈ സോയിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മടങ്ങ് ഫലം കിട്ടുന്നുണ്ട് നമുക്ക് മണ്ണിന്റെ ആരോഗ്യത്തിന്. അത് 10 മടങ്ങ് ആരോഗ്യമാണ് കിട്ടുന്നത്. അതായത് ഒരുപാട് വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവ് മണ്ണിന് വരുന്നു. അതുപോലെ തന്നെ വായുസഞ്ചാരം, മണ്ണിന്റെ pH കറക്റ്റ് ചെയ്ത് മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ സോയിൽ ഹെൽത്തിലൂടെ നമുക്ക് കിട്ടുന്നത്.
പിന്നെ നമ്മുടെ ഈ പ്രോഡക്ട്സ് ഇപ്പൊ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാസവളത്തിന്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്യാം, അതുപോലെ ജൈവവളത്തിന്റെ ഒപ്പം ആഡ് ചെയ്യാം. അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്ക് പോകെ പോകെ രാസവളത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ സോയിൽ ഹെൽത്ത്. സോയിൽ ഹെൽത്ത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ മണ്ണിന്റെ pH-ന്റെ ലെവലെല്ലാം വ്യത്യാസപ്പെടുത്തി മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാനും മണ്ണിരയുടെ വർധനവ് വരാനും ധാരാളം വേരുകൾ വരാനും ചെടികൾ അതുപോലെ ധാതുക്കളൊക്കെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ നല്ല ഫലഭൂയിഷ്ടമായിട്ട് നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് സോയിൽ ഹെൽത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാഡം ഈ പ്രസന്റേഷൻ നോക്കിയിട്ട് പറയൂ. ഇപ്പൊ കാണിക്കുന്ന പ്രസന്റേഷൻ നോക്കിയിട്ട് പറയൂ. അപ്പോ ഓക്കെ സാറേ. നെക്സ്റ്റ് ഡിഫൻഡ്. ചെടിയുടെ ഇത് നമ്മുടെ ചെടിയുടെ ആരോഗ്യത്തിനാണ്. പോഷകം, ചെടികൾക്ക് പോഷണം കൊടുക്കാനായിട്ട് നമുക്ക് ഹരിതസഞ്ജീവനിയുടെ സെക്കൻഡും തേർഡും ഉപയോഗിക്കാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രൂട്ട് സ്പെഷ്യൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണിത്. ഇത് നമുക്ക് നമ്മുടെ റംബൂട്ടാൻ, മാംഗോ, അതുപോലെയുള്ള ഒരുപാട് ഇവിടെ കുറെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സെക്ഷൻ. ഓറഞ്ച്, പൈനാപ്പിള്, അങ്ങനെ ലെമൺ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇത്. ഹരിതസഞ്ജീവനിയുടെ ഒപ്പം തന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾക്ക് നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് നല്ലൊരു വിളവാണ് കിട്ടുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് അടുത്തത് ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡിഫൻഡ്. ഡിഫൻഡ് നമുക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 1 ഏക്കർ സ്ഥലത്തേക്ക് നമുക്ക് 500 ഗ്രാം മതിയാവും. ഡിഫൻഡ് ശരിക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ചെടികൾക്ക് സംഭവിക്കുന്ന ഫംഗസ്, പിന്നെ കീടങ്ങളുടെ ആക്രമണം, രോഗങ്ങളാണത്. ഒരുപാട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പോലത്തെയുള്ള അസുഖങ്ങൾ, അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഡിഫൻഡ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തിൽ അലിയിപ്പിച്ച് വാട്ടർ രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ ചെടികളിൽ വരുന്ന വെള്ളയീച്ച, അങ്ങനെയുള്ള ഓരോരോ ഇല ചീഞ്ഞു പോകുന്നത്, വാടി പോകുന്നത്, അങ്ങനെയുള്ള കുറെ ഫംഗൽ രോഗങ്ങളാണ് ഈ കാണിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മുടെ ഡിഫൻഡ് എന്ന് പറയുന്നത്. ഡിഫൻഡ് തളിക്കുമ്പോൾ നമുക്ക് സസ്യങ്ങളിൽ സ്വാഭാവിക ബയോട്ടിൻ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ചെടികളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എല്ലാതരം വിളകളും ബാധിക്കുന്ന കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഇത് തക്കാളി, വഴുതനങ്ങ, മുളക്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി തുടങ്ങി എല്ലാവിധ വിളകൾക്കും നമുക്ക് ഡിഫൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇപ്പൊ നമ്മൾ രോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരുപാട് കീടങ്ങളുണ്ട്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചെടി വളർന്ന് പൂവിടുന്ന ഒരു സമയമാകുമ്പോഴാണ് കൂടുതലും ഈ കീടങ്ങൾ ആക്രമിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റാപ്പിഡ്. ഇത് നമുക്ക് 100 ml, 250 ml, 500 ml ഈ അളവിൽ കിട്ടുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യുന്നത് 1.5 ഇത് തുടങ്ങി 2 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ശരിക്ക് കീടനാശിനിയാണ്. ഇത് പൂർണ്ണമായിട്ടും ഒരു ജൈവ പ്രോഡക്റ്റ് ആണെന്ന് പറയാം നമുക്ക് റാപ്പിഡ്. അതായത് കുറെ പച്ചിലകളുടെ സത്ത് എടുത്തിട്ടാണ് നമ്മുടെ റാപ്പിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിക്കലും ഇത് കീടങ്ങളെ നശിപ്പിച്ച് കൊന്നുകളയുന്നില്ല. നമ്മുടെ തോട്ടം വിട്ട് ഇവർ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് തളിക്കുമ്പോൾ ഇവർക്ക് അതിന്റെ സ്മെല്ലോ അതിന്റെ രുചിയോ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ കീടങ്ങൾ നമ്മുടെ തോട്ടം വിട്ട് ഓടിപ്പോകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പിഡ് യൂസ് ചെയ്യുന്നത്. ഇതും നമുക്ക് ഒരു വളം തന്നെയായിട്ടാണ് വരുന്നത്. ഇനി ഇതുകൂടാതെ ഇനി ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരത്തിനായി, അതായത് മീലാപ്പ് എന്ന് പറയും നമ്മൾ. ശരിക്കും നമുക്ക് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആവശ്യത്തിനധികം വെള്ളമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല വെള്ളത്തിന്റെ pH കറക്റ്റ് ചെയ്യണം എന്നുള്ളത്.
പക്ഷെ അത് ഏറ്റവും വലിയ ഒരു പ്രധാന ഘടകമാണ് വെള്ളത്തിന്റെ pH കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. ആ രീതിയിൽ നമുക്ക് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മീലാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്പ്രേ മാക്സ് 85. ഈ സ്പ്രേ മാക്സ് നമ്മുടെ വാട്ടർ ഇറിഗേഷനായിട്ട് കൊടുക്കുന്ന എല്ലാ പ്രോഡക്റ്റിലും നമ്മൾ സ്പ്രേ മാക്സ് അപ്ലൈ ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും നമ്മൾ വെള്ളം വാട്ടർ ഇറിഗേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. ബാക്കി എല്ലാം ചെടികളുടെ വളർച്ചയ്ക്ക് നമ്മൾ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തളിച്ചു കൊടുക്കുന്നത് കുറെയെല്ലാം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മണ്ണിലേക്ക് വീണ്ടും പോയി അത് കർഷകർക്ക് ഒരു നഷ്ടം തന്നെയാണ്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ ഈ സ്പ്രേ മാക്സ് ആഡ് ചെയ്യുമ്പോൾ ഇത് ഒരു സ്പ്രെഡർ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ഇലകളിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന കീടനാശിനി ആയാലും വളങ്ങളായാലും എന്തായാലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉപയോഗം ഈ ചെടികൾക്ക് കിട്ടും, അവിടെ നഷ്ടപ്പെടുന്നില്ല. അതുകൂടാതെ ഇതൊരു സ്റ്റിക്കറാണ്. സ്പ്രേ മാക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കറാണ്, ഒരു പശ രൂപത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ ഇലയിൽ പെട്ടെന്ന് സ്പ്രെഡ് ആയിട്ട് ഒരു സ്റ്റിക്കർ പോലെ അത് പ്രവർത്തിക്കും. കൂടാതെ ഇത് ഇലകളുടെ ക്യൂട്ടിക്കൽ എന്ന് പറയും, അതായത് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇലകൾക്ക് പോഷകം കൊടുക്കും. ഇത് നമുക്ക് ഒരു നമ്മുടെ ചെടികൾക്ക് ഒരു വളം തന്നെയാണ്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നനച്ചിരിക്കണം, നമ്മൾ താഴെ മണ്ണ് നനച്ചിരിക്കണം. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതുകൂടാതെ ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 11 മണിക്ക് മുൻപോ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം. അതായത് വെയിലുള്ള സമയത്ത് നമ്മളത് ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് ബാഷ്പീകരണമായിട്ട് നീരാവിയായിട്ട് പോകാൻ ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മളിവിടെ നമ്മുടെ സ്പ്രേ മാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടി നല്ലത് നമ്മൾക്ക് ഈ ഒരു ടൈം സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഹരിത സഞ്ജീവിനിയുടെ 2, 3, 4 ഈ സ്റ്റേജിലെല്ലാം തന്നെ നമ്മൾ സ്പ്രേ മാക്സ് അപ്ലൈ ചെയ്യണം. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് മീലാപ്പ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കാര്യമാണ് നമ്മുടെ വെള്ളത്തിന്റെ pH എന്നുള്ളത്. അതായത് വെള്ളത്തിന്റെ pH കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ കൃഷിക്ക് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ മീലാപ്പ്, സ്പ്രേ മാക്സ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റാപ്പിഡ് ആണെങ്കിൽ റാപ്പിഡ്, അതല്ലെങ്കിൽ നമ്മുടെ ഡിഫൻഡ്, ഇനി ഹരിത സഞ്ജീവിനിയുടെ 2, 3, 4 സ്റ്റേജസ്, ഇത് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ സ്പ്രേ മാക്സ് എന്താ പറയാ അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ട് ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ സർ, ഈ പ്രോഡക്റ്റ് ആണ് മീലാപ്പ്. ഓക്കെ, ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് 1 ml 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. നമ്മുടെ വാട്ടറിന്റെ pH എന്ന് പറയുമ്പോൾ അത് 7ൽ താഴെ നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന നമ്മളിപ്പോ നമ്മുടെ വീട്ടുപയോഗത്തിനും ഒക്കെ എടുക്കുന്ന വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 7ൽ കൂടുതലാണ്. അത് തന്നെയാണ് നമ്മൾ കൃഷിയിടത്തിലേക്ക് കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും നമുക്ക് വേണ്ടുന്നത് 7ൽ കുറവാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ pH കറക്റ്റ് ചെയ്യാനായിട്ട് മീലാപ്പ് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മീലാപ്പ് ആദ്യം ഒഴിക്കുക, അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം മറ്റുള്ള പ്രോഡക്റ്റുകൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ കൊടുത്തിട്ട് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. ഓക്കെ സർ. ഇനി നമുക്ക് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ്. വീട്ടിലെ പൂന്തോട്ടത്തിനും നഴ്സറിക്കും നമുക്കറിയാം. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞത് ഒരു ട്രീറ്റ്മെന്റ് ആണ്, നമ്മൾ മണ്ണിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതല്ലെങ്കിൽ ചെടിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, വിളകൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ശരിക്കും ഇതിൽ നമുക്ക് ഒരു വളമായിട്ട് വരുന്നത് ഗാർഡൻ ഗോൾഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മളുടെ ഗാർഡൻ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മളുടെ അടുക്കളത്തോട്ടം, അതല്ലെങ്കിൽ നമ്മുടെ പൂച്ചെടികള്, അത്യാവശ്യം വേണ്ടുന്ന വിളകൾക്കെല്ലാം നമുക്ക് ഗാർഡൻ ഗോൾഡ് അപ്ലൈ ചെയ്യാം. നമ്മുടെ ചെടിയുടെ വലിപ്പം, കാലപ്പഴക്കം, അല്ലെങ്കിൽ അതിന്റെ വിളവെടുക്കുന്നതിന്റെ ഇപ്പൊ വലിയ വലിയ വൃക്ഷങ്ങളുണ്ടല്ലോ, നമ്മുടെ മാവ് തുടങ്ങി റംബൂട്ടാൻ തുടങ്ങി, അതിനൊക്കെയാണ് നമ്മൾ ഹരിത സഞ്ജീവിനി പോലുള്ള കുറച്ചും കൂടി ഇതായിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ
നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിനും നമ്മുടെ പൂച്ചെടികൾക്കും അത്യാവശ്യം വേണ്ടുന്ന ചെടികൾക്കും വാഴകൾക്കും എല്ലാം നമുക്ക് ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ പറയുന്നുണ്ട് കൂടുതൽ ആരോഗ്യമുള്ള ചെടികൾക്കായി 30 ദിവസം കൂടുമ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ ചെടിയുടെ ഒരു പ്രായവും വലിപ്പവും അനുസരിച്ചിട്ട് ഒരു 50 മുതൽ 100 ഗ്രാം വരെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 30 ദിവസം വേണമെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ചുള്ള നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ്, ഗാർഡൻ ഗോൾഡ്. ഇത്രയും പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹരിത സഞ്ജീവനിയിൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ആദ്യമേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് വിഷരഹിതമായ പച്ചക്കറിയിലൂടെ, വിളവിലൂടെ, അല്ലെങ്കിൽ കേരളത്തിലെ കർഷകരെ, പിന്നെ രോഗവിമുക്തമായ ഒരു കേരളത്തെ എങ്ങനെ വാർത്തെടുക്കാം. അതായത് ഇത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഇന്ന് കടക്കെണിയിലൊക്കെ പെട്ട് ഒരുപാട് കർഷകര് അവരുടെ വീടുകൾ അനാഥമായി പോയ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് അവര് എഫർട്ട് എടുക്കുന്ന ആ ഒരു ഇത് അവർക്ക് കിട്ടുന്നില്ല. വരുമാന മാർഗമായിട്ട് വിളവിലായാലും കിട്ടുന്നില്ല. ഒരു മഴ വന്നു കഴിഞ്ഞാൽ തീരും അവരുടെ ആ ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കർഷകരുണ്ട്. ആ കർഷകരിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരിലൂടെ നമുക്ക് നല്ല എന്താ പറയുക, വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവരും ഹാപ്പി ആയിരിക്കും, അവരുടെ കുടുംബവും ഹാപ്പി ആയിരിക്കും. ഇത് നമ്മളൊരു ചലഞ്ചായിട്ട് എടുക്കുക. പിന്നെ അതുകൂടാതെ ഞാൻ പറയുന്നു, ഇപ്പൊ എല്ലാ വീടുകളിലും എല്ലാവരും ചിലപ്പോൾ 4 സെന്റ് 5 സെന്റ് സ്ഥലത്തിലേക്ക് ആയിരിക്കാം താമസിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ടെറസ് കൃഷി ചെയ്യാവുന്നതാണ്. ഓരോ വീട്ടിലും ഒരു 10 തൊട്ട് 20 ഗ്രോ ബാഗ് വരെ നമ്മൾ ചെയ്തു പോരുവാണെങ്കിൽ നമുക്ക് ആവശ്യമായ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമാകുന്ന പച്ചമുളകാവട്ടെ, തക്കാളി, വെണ്ടയ്ക്ക, വഴുതന തുടങ്ങി നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറേ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒതുങ്ങുന്ന രീതിയിലുള്ള എല്ലാ പ്രോഡക്ട്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതെല്ലാവരും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. ഇത്രയാണ് പറയാനുള്ളത്. ഇന്നിപ്പോ എന്നെ ഇവിടെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ ക്ലാസ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ ഒരു അവസരം തന്ന ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്, ഗിരീഷ് സാറിനോട് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് പറഞ്ഞില്ലല്ലോ. ഓ ശരിയാണ്. അത് നമുക്കൊരു ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അത് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ, നമ്മുടെ ഇന്റീരിയർ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിൽ ഇന്റീരിയർ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗാർഡൻ എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിൽ വരുന്നത് 3 ചെറിയ കുപ്പികളായിട്ടാണ്. അപ്പൊ ഇത് ഫസ്റ്റ് എന്ന് പറയുന്നത് അത് ചെടിക്കുള്ള അസുഖത്തിന് വരുന്നുണ്ട്. പിന്നെ വരുന്ന കീടങ്ങളെ തുരത്താനായിട്ട് വരുന്നുണ്ട്. പിന്നെ അതില് ചെടിക്കുള്ള പോഷകം, ചെടിക്കുള്ള പോഷകമായിട്ട് വരുന്നത് കടൽപ്പായലാണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ ചെടിയുടെ ഈ പോഷകമായിട്ട് വരുന്നത്. അപ്പൊ ഇത് 3ഉം ഒരു ബോക്സിൽ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇത് 3ഉം കൂടി ഒരുമിച്ച് നമുക്ക് ഒരു ബോട്ടിലിൽ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഇന്റീരിയർ പ്ലാന്റ്സ് അതിനൊക്കെ നമ്മൾ 7 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഹരിത സഞ്ജീവനിയുടെ സെഗ്മെന്റിൽ വരുന്നത്. ഇന്ന് എനിക്ക് ഇതുപോലെ ഒരു അവസരം തന്ന, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് അവസരം തന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാറിനെ, റൂബി ഗിരീഷ് സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ മെൻറ്റർ കൂടിയായിട്ടുള്ള ഞങ്ങളുടെ ലീഡർ ദിബേഷ് സാറിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് എന്നെ ശ്രവിച്ച എൻ്റെ സൂമിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. വെരി താങ്ക്സ്.